എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, തങ്കമണി, ബൾട്ടി, ഡയസ് തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ പാതിരാത്രി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൗബിനാണ് സിനിമയിലെ നായകൻ. സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. നവ്യ നായരാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ പാതിരാത്രി സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി പാതിരാത്രി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ജോളി LLB 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. അക്ഷയ് കുമാറാണ് സിനിമയിലെ നായകൻ. ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കപ്ലിങ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു റൊമാൻറ്റിക്കൽ സീരീസാണ് കപ്ലിങ്സ്. ഇതിപ്പോൾ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വർഷമായി തങ്കമണി റിലീസാക്കിയിട്ട് ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നിതാ പിള്ള, ദിലീപാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്നിട്ടും തങ്കമണി ഫ്ലോപ്പായി. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി തങ്കമണി സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിക്രമിൻ്റെ മകൻ ധ്രുവിക്രമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ബൈസൺ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ബൈസൺ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം 16-നായിരിക്കും ബൈസൺ സിനിമയുടെ OTT റിലീസ്. മലയാളം ഭാഷയിലും സിനിമ അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ഹൊറർ മൂവിയായിരുന്നു ജിന്നെ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സൗബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ജിന്നി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സിൽ നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ജിന്നി സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് DN എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് DNA. പക്ഷേ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. നല്ല അഭിപ്രായമാണ് DN സിനിമ നേടിയെടുത്തത്. അസ്കർ, അന്ന റെജി, റായലക്ഷ്മി തുടങ്ങി ഒരുപാട് പേര് DN സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ DN സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് സിനിമ റിലീസാക്കിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു കോമഡി മൂവിയായിരുന്നു. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി പുണ്യാള സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ കോമഡി സീരീസാണ്. ഈ സീരീസ് ഇപ്പോൾ C5ൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമയായിരുന്നു വേല. ഷെയ്ൻ നിഗം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഷെയ്ൻ നിഗം പോലീസായിട്ടാണ് സിനിമയിൽ വന്നത്. 2023-ലാണ് വേല സിനിമ ഇറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ മനോരമ മാക്സ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ബസൂക്ക. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബസൂക്ക സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും OTT കാണാൻ വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. C5 ആണെങ്കിൽ നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബസൂക്ക സിനിമ C5ൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും പോസിറ്റീവ് റിപ്പോർട്ടാണ് ബൾട്ടി സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷെയ്ൻ നിഗമാണ് സിനിമയിലെ നായകൻ. തമിഴ്നാട്ടിലെ സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബൾട്ടി. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTTയിൽ എത്തുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.